Friends, once again warm welcome to my class. So in the last class we already discussed about hominids and their origin, and we also discussed about Australopithecus Homo and what are the characteristics of Australopithecus and Homo and what are the differences. So in the case of Homo, we already discussed about three types of Homo, just like Homo habilis and Homo erectus and Homo sapiens. So again, once again, we already discussed about the important theme of our chapter, the positive feed mechanism. So in the last, the third Homo was Homo sapiens. So our theme of subject is modern human being, Homo sapiens. സോ മോഡേൺ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് മോഡേൺ ഹ്യൂമൻ ബീയിങ്സ്, നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഹോമോ ഹാബിലിസിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്തു, ഹോമോ എറക്റ്റസിനെ കുറിച്ച് ചർച്ച ചെയ്തു, ഹോമോ സാപ്പിയൻസ്. ആ ഹോമോ സാപ്പിയൻസിനെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ഹോമോ സാപ്പിയൻസിൻ്റെ അതിൻ്റെ ഫസ്റ്റ് എവിഡൻസ് കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. പക്ഷെ അതിൻ്റെ എവിഡൻസുകൾ ഭൂമിയുടെ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ പരന്നു കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫോർ ദി സ്കോളേഴ്സ് ദേ ഹാവ് ടു ഒപ്പീനിയൻസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് ഹോമോ സാപ്പിയൻസ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫോർ യുവർ എക്സാംസ്. ദ ഫസ്റ്റ് വൺ ഈസ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ and the second one is replacement model. First one is regional continuity model. Multiple places. The second one is replacement model. Single origin. ഈ രണ്ട് തിയറികളാണ് സ്കോളേഴ്സിൻ്റെ ഇടയിലുള്ളത്. ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒറിജിനെ കുറിച്ച് രണ്ട് തിയറികളാണുള്ളത്. ഫസ്റ്റ് വൺ റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത് മൾട്ടിപ്പിൾ പ്ലേസസിൽ നിന്നാണ്, ധാരാളം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒറിജിനെ കുറിച്ചുള്ള എവിഡൻസസുകൾ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ള വിവിധ സ്ഥലങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ് മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ളത്. സെക്കൻഡ് തിയറി എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് മോഡൽ, അതായത് സിംഗിൾ ഒറിജിൻ. മനുഷ്യൻ്റെ ഒറിജിൻ ഒരൊറ്റ സ്ഥലത്ത് നിന്നാണ്. ഏതാണ് ആ സ്ഥലം? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സ്ഥലം? ദാറ്റ്സ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യൻ്റെ ഒറിജിൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ രണ്ട് സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് സ്കോളേഴ്സ് ഇങ്ങനെ പറയുവാൻ കാരണമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, അത് പറയുവാൻ കാരണം അതിന് അവർ വെറുതെ പറഞ്ഞല്ല, അവർക്ക് അതിന് എന്തുണ്ട്, എവിഡൻസസുകളുണ്ട്. ഒന്നാമത്തെ എവിഡൻസ്, മോഡേൺ ഹ്യൂമൻ ബീയിങ് ഉണ്ടായിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ്. എല്ലാവർക്കും സിമ്പിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്നതാണ്. മോഡേൺ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എവിഡൻസുകൾ കിട്ടിയിട്ടുള്ളത് ഏഷ്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ പ്ലേസസിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ്ങിനെ കുറിച്ചുള്ള എവിഡൻസസുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹ്യൂമൻ ബീയിങ് ഒറിജിൻ ചെയ്തിട്ടുള്ളത് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ഹ്യൂമനെ കുറിച്ചുള്ള എവിഡൻസസുകൾ കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ സ്ഥലം, ഒരേ സ്ഥലത്ത് തന്നെയുള്ള ഹോമോ എറക്റ്റസും ഹോമോ ഹൈഡൽബർജെൻസിസും. നമ്മൾ ഇന്നലെ ഹൈഡൽബർഗിൽ നിന്ന് കിട്ടിയ മനുഷ്യനെ ഹോമോ ഹൈഡൽബർജെൻസിസ് എന്ന് പറയുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയ ഹോമോ എറക്റ്റസും ഹോമോ ഹൈഡൽബർജെൻസിസിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾ തമ്മിൽ, രണ്ട് റിമൈനിങ്സുകൾ തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അതിനർത്ഥം മൾട്ടിപ്പിൾ ഒറിജിൻ ആണ് എന്നാണ് സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്നത്. മൂന്നാമത്തത് ഇതിന് പറയുന്ന എവിഡൻസ് റീജിയണൽ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. റീജിയണൽ ഡിഫറൻസ്, അതായത് ഒരു സ്ഥലത്ത് തന്നെയുള്ള, ഒരു റീജിയണിൽ തന്നെയുള്ള ആളുകൾക്ക് എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ, ചെറിയൊരു നമ്മുടെ നാട്ടിലുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ,
കേരളത്തിലുള്ളതും നാഗാലാൻഡിലുള്ള ആളുകളും തമ്മിൽ അവരുടെ മുഖ ഷേപ്പിൽ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്ത് ചെയ്യുന്നത്, ഈ സ്കോളേഴ്സ് ആർഗ്യൂ ചെയ്യുന്നു. ഒന്നാമത്തെ എന്താണ്, വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടിയ സാധനങ്ങൾക്ക് തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. മൂന്നാമത്തത് റീജിയണൽ ഡിഫറൻസുകൾ ഉണ്ട്. ഇനി അടുത്തത് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു റീപ്ലേസ്മെൻറ്റ് മോഡൽ. അതായത് ഒരു സ്ഥലത്ത് നിന്നാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്, ഹ്യൂമൻ്റെ ഒറിജിൻ ഉണ്ടായിട്ടുള്ളത്. അതായത് അവർ പറയുന്നത് ദ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡർ വിത്ത് മോഡേൺ ഹ്യൂമൻ. മുമ്പുള്ള ഓൾഡർ ആയിട്ടുള്ള സാധനത്തിന് ഒന്നായിട്ട് എടുത്തു മാറ്റിയിട്ട് പുതിയൊരു ഹ്യൂമൻ വരുന്നു. അതെവിടെയാണ്? അത് ആഫ്രിക്കയിൽ നിന്നാണ് എന്നാണ് അവർ ആർഗ്യൂ ചെയ്യുന്നത്. അതിൻ്റെ എവിഡൻസ് കിട്ടുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ എവിഡൻസ് നമുക്ക് കിട്ടുന്നത് ഓൺ ദ ജനറ്റിക് ആൻഡ് അനോട്ടോമിക്കൽ ഹോമോജിനിറ്റി. അതായത് മനുഷ്യൻ സാധാരണ നമ്മുടെ കൂടെയുള്ള ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യന്മാർക്കിടയിൽ എന്താണ്, വളരെ എനോർമസ് ആയിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഇത് ഒരു സ്ഥലത്ത് നിന്നാണ് ഉണ്ടായത് എന്ന് പറയുന്നത്. രണ്ടാമത് അപ്പോൾ നമുക്ക് ചോദിക്കണം, ഫിസിക്കൽ ഡിഫറൻസുകൾ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ മനുഷ്യൻ തമ്മിലുള്ള ഫിസിക്കൽ ഡിഫറൻസിന് കാരണം അവൻ കാലങ്ങൾക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ അവൻ സ്വാഭാവികമായിട്ടും അഡാപ്റ്റേഷൻ ശ്രമിച്ചു. അതായത് കേരളത്തിലുള്ള ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ മധ്യപ്രദേശിലുള്ള ആളുകൾക്ക് ധാരാളം കാടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ വായിലും അവൻ്റെ പല്ലുകളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. കാരണം അവൻ കൂടുതൽ കാലം അവിടെ താമസിക്കുകയാണെങ്കിൽ ആ കാടിനനുസരിച്ച് നമുക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് മനുഷ്യന്മാർക്കിടയിൽ ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ടായത് എന്നാണ് ഇവർ വാദിക്കുന്നത്. മൂന്നാമത്തത് ഫസ്റ്റ് ഫോസിൽ കിട്ടിയിട്ടുള്ളത് ഇന്നലെ പറഞ്ഞതുപോലെ ആഫ്രിക്കയിലെ ഓമോയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ ഇവർ ആർഗ്യൂ ചെയ്യുന്നത്. അപ്പോൾ രണ്ടിനും റീജിയണൽ കണ്ടിന്യൂറ്റി മോഡലാവട്ടെ റീപ്ലേസ്മെൻറ്റ് മോഡലാവട്ടെ, ഇത് രണ്ടിൻ്റെയും ആർഗ്യുമെൻറ്റിന് 3 കാരണങ്ങളുണ്ട്. ആ 3 കാരണങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ വയ്ക്കുക. ഒന്നാമത്തത് റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ പറയുകയാണെങ്കിൽ മോഡേൺ ഹ്യൂമൻസ് ഉണ്ടായത് വിവിധ സ്ഥലങ്ങളിലാണ്. രണ്ടാമത്തെ കാരണം ഒരേ സ്ഥലത്ത് നിന്ന് കിട്ടിയ 2 ഹോമോ എറക്ടസ് ആവട്ടെ ഹോമോ ഹൈഡൽബർജൻസിസ് ആവട്ടെ അത് വ്യത്യസ്തമാണ്. മൂന്നാമത്തത് എന്താണ്, റീജിയണൽ ഡിഫറൻസുകൾ ഉണ്ടായിരുന്നു. ഇനി റീപ്ലേസ്മെൻറ്റ് മോഡലാണെങ്കിൽ അവർ പറയുന്നത് കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡർ ഹ്യൂമൻ വിത്ത് മോഡേൺ ഹ്യൂമൻ എന്നാണ് പറയുന്നത്. അവർ പറയാനുള്ള കാരണം എനോർമസ് ആയിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട് മനുഷ്യന്മാർക്കിടയിൽ. അത് ഉണ്ടാകാനുള്ള കാരണം ജനറ്റിക് ആൻഡ് അനോട്ടോമിക്കൽ ഹോമോജിനിറ്റിയാണ്. ആ ഉള്ളത് കൊണ്ടാണ് സിമിലാരിറ്റി ഉള്ളത്. രണ്ടാമത്തെ കാരണം അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡിഫറൻസിന് കാരണം അത് ഓരോ മനുഷ്യൻ്റെയും റിസൾട്ട്സ് ഓഫ് അഡാപ്റ്റേഷൻ. അവൻ മറ്റൊന്നിനോട് അഡാപ്റ്റ് ചെയ്തു വരുമ്പോൾ അവൻ പ്രകൃതിയാലുള്ള അഡാപ്റ്റേഷൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ ഡിഫറൻസ് ആണ്, അല്ലാതെ അത് വേറെ കാരണങ്ങൾ കൊണ്ടല്ല. മൂന്നാമതായിട്ടുള്ള ഫസ്റ്റ് ഫോസ് കിട്ടിയിട്ടുള്ളത് ആഫ്രിക്കയിൽ നിന്നാണ്. സോ വി ഹാവ് ടു മൂവ് ഓൺ ടു നെക്സ്റ്റ് ഏരിയ ഓഫ് സ്റ്റഡി, ദാറ്റ് ഈസ് ways of obtaining food. How the early humans obtained their food. They collected, they gathered, they foraged their food. What are the ways they used to get their food? So they used several methods to collect the food. നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മനുഷ്യന്മാർ പണ്ട് കാലത്തുള്ള മനുഷ്യന്മാർ എങ്ങനെയൊക്കെ ആയിരിക്കും ഫുഡുകൾ കളക്ട് ചെയ്തിട്ടുണ്ടാവുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഫുഡൊക്കെ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഷവർമയും സാൻഡ്വിച്ചും പല നിലക്കുള്ള സാധനങ്ങൾ ഹോട്ടലിൽ ചെന്നാൽ കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ബേക്കറിയിൽ ചെന്നാൽ നമുക്ക് കിട്ടും. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ബേക്കറിയോ കടകളോ ഒന്നുമില്ല. അവർ എന്ത് ചെയ്യണം, കാടുകളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം, അവർക്ക് സാധനങ്ങൾ കിട്ടണം അല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പണ്ടത്തെ ഹ്യൂമൻ, അവൻ എങ്ങനെയൊക്കെ ആയിരിക്കും അവൻ്റെ ഫുഡ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ദേ യൂസ് സെവറൽ മെത്തേഡ്സ്. സോ ഫസ്റ്റ് വൺ ഈസ് ഗാദറിങ്. അപ്പോൾ നമ്മൾ വിചാരിക്കും പണ്ടേ മനുഷ്യൻ എന്താണ്, ഹണ്ടിങ് ആണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് തെറ്റാണ്. ആദ്യമായിട്ട് മനുഷ്യൻ ചെയ്തിട്ടുള്ള ഗാദറിങ്. അവൻ എന്ത് ചെയ്തു, ധാരാളം ബെറീസ് അല്ലെങ്കിൽ സീഡ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് ഇതിനൊക്കെ ഗാദർ ചെയ്ത് അവർ വസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ഗുഹാമുഖം അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ പല സ്ഥലങ്ങളിലേക്ക് അവൻ കൊണ്ടുവന്നു. അതിന് പറയുന്ന സിമ്പിളായിട്ട് പറയുന്ന ടേമാണ് ഗാദറിങ് എന്ന് പറയുക. രണ്ടാമത്തത് സ്കാവെഞ്ചിങ്.
അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് സ്കാവഞ്ചിങ് ഓർ ഫൊറേജിങ്. അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യുക, ഭക്ഷണത്തിനായി തേടി പോവുക എന്നുള്ളതാണ്. കുറച്ചും കൂടെ വിശദമാക്കി പറഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്തു, അവൻ്റെ ഫുഡ് കിട്ടുവാൻ കാടുകളിലൂടെ നടക്കും. പണ്ടത്തെ ഹ്യൂമൻ ഹണ്ടിങ്ങിന് മുമ്പുള്ള അവസ്ഥ കേട്ടോ. ഹണ്ടിങ്ങിന് മുമ്പുള്ള മനുഷ്യൻ ചെയ്യുന്ന പരിപാടി എന്താ പറഞ്ഞാൽ അവൻ കാടുകളിലൂടെ നടക്കും. വേറൊരു മറ്റൊരു മൃഗത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ട് അതിൻ്റെ ബാക്കിയുള്ള മീറ്റുകൾ അവൻ ചിലപ്പോൾ കഴിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ മാമൽസ്, ചെറിയ എലികൾ, റാറ്റ്, മുയൽ തുടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ എന്ത് ചെയ്യും, അവനക്ക് കഴിക്കുവാൻ സാധിക്കും. അതിനൊക്കെയാണ് ഏകദേശം ഫൊറേജിങ്, സ്കാവഞ്ചിങ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാധനമാണ് ഹണ്ടിങ്. ഹണ്ടിങ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഏകദേശം 10,000 BC എന്ന് പറഞ്ഞ ഹോളിവുഡ് മൂവി കണ്ടിട്ടുണ്ടാകും. എങ്ങനെയാണ് മനുഷ്യന്മാർ ഹണ്ട് ചെയ്യുന്നത് എന്ന് കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അപ്പക്കാലിപ്റ്റോ എന്ന് പറഞ്ഞ മൂവിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. എങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ ഹണ്ട് ചെയ്ത് അവരുടെ ഫുഡ് സ്വായത്തമാക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പം ആദ്യമായിട്ട് ഹണ്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, മനുഷ്യന്മാർ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഹണ്ടിങ്ങിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം 5 lakh years ബിഫോറാണ്. അത് കിട്ടുന്നത് UK-യിലെ ബോക്സ് ഗ്രേവ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അല്ലെങ്കിൽ 4 lakhs years ബിഫോർ സ്കോനിംഗൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് അതിനെക്കുറിച്ചുള്ള എവിഡൻസുകൾ കിട്ടുന്നത്. മനുഷ്യൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഹണ്ടിങ്ങിനെ കുറിച്ചുള്ള ഐഡിയാസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുവാനുള്ളത്, ഈ ഹണ്ടിങ് തന്നെ പല നിലയ്ക്കുള്ള ഹണ്ടിങ്ങുകൾ ഉണ്ടാകും. ഇപ്പോൾ നാം അനിമൽ പ്ലാനറ്റ് അല്ലെങ്കിൽ ഡിസ്കവറി ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിൽ ലക്ഷക്കണക്കിന് മൃഗങ്ങൾ എന്ത് ചെയ്യും, ഒരു സീസണായാൽ എന്ത് ചെയ്യും, അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും, മൈഗ്രേറ്റ് ചെയ്യും, പലായനം ചെയ്യും. നിങ്ങൾ സാൽമൺ മത്സ്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലേ? സാൽമൺ മത്സ്യങ്ങൾ അവ എന്താണ് ചെയ്യുന്നത്? ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ, മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കയറി അമേരിക്കയുടെയും കാനഡയുടെയൊക്കെ നദികളിലൂടെ സഞ്ചരിച്ച് ഒരു സ്ഥലത്ത് മുട്ടയിട്ട് അവിടെ മരിച്ചു പോകുന്നു. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേകതരം മൈഗ്രേഷനാണ്. അതേപോലെയുള്ള ഒരു മൈഗ്രേഷനെ കുറിച്ചാണ് നമുക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. ഒന്ന് ചെക്ക് റിപ്പബ്ലിക് പറഞ്ഞത്. ചെക്ക് റിപ്പബ്ലിക്കിൽ അവിടെ തന്നെയുള്ള ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഞാൻ ഈ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഡോൾനി വെസ്റ്റോണിസ് എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കിലൊരു സ്ഥലത്ത് അവിടുന്ന് ധാരാളം മൃഗങ്ങളുടെ റിമൈനിങ്സ് കിട്ടുകയുണ്ടായി. അപ്പോൾ ആർക്കിയോളജിസ്റ്റുകളും മറ്റും പരിശോധിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, ഈ പറഞ്ഞതുപോലെയുള്ള മൈഗ്രേഷൻ നടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഡോൾനി വെസ്റ്റോണിസ്, ചെക്ക് റിപ്പബ്ലിക്കിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മനുഷ്യർക്ക് സ്പ്രിംഗ് മൈഗ്രേഷനെ കുറിച്ച് അവിടെ ധാരാളം റിനോസറസ് ആവട്ടെ, മറ്റ് മൃഗങ്ങളാവട്ടെ, ഇതൊക്കെ ആയിരക്കണക്കിന് നമ്പറുകളിലാണ് പാസ് ചെയ്യുക, ഒരു നദികളും പുഴകളൊക്കെ മറികടന്ന്. അപ്പം മനുഷ്യൻ കൃത്യമായിട്ടൊരു സ്ഥലം എന്ത് ചെയ്യും, അവൻ കണ്ടുവയ്ക്കും. അതായത് ഇന്ന സ്ഥലത്ത് ഇരുന്നാലാണ് മനുഷ്യൻ എന്ത് ചെയ്യുള്ളൂ, അവയെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അവൻ എന്ത് ചെയ്യും, മനസ്സിലാക്കും. അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യും, ആ മൃഗങ്ങളെ ചിലപ്പോൾ കീഴ്പ്പെടുത്തും, കൊല്ലും. അപ്പോൾ ഇതിൽ നിന്ന് മനുഷ്യന് വേറൊരു കാര്യം മനസ്സിലായി, സ്പ്രിംഗ് മൈഗ്രേഷനെ കുറിച്ചുള്ള മനുഷ്യന് അറിവുണ്ടായിരുന്നു. സ്പ്രിംഗ് മൈഗ്രേഷനെ കുറിച്ച്, മൃഗങ്ങളെ സ്പ്രിംഗ് മൈഗ്രേഷനെ കുറിച്ച് രണ്ടാമത്തെ കാര്യം ചോയ്സ് ഓഫ് സൈറ്റ്. ഏത് സൈറ്റിൽ ചെന്നാലാണ് ഈ മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റുക എന്ന് മനുഷ്യന് എന്തുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. ചോയ്സ് ഓഫ് സൈറ്റ്. മൂന്നാമത്തെ കാര്യം, അവനക്ക് എന്തുണ്ടാവണം, മൂവ്മെൻറ്റ് ഓഫ് അനിമലിൻ്റെ മൂവ്മെൻറ്റ് എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അനിമലിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ള സാധനം ഉണ്ടാകുന്നത്. പിന്നെ നാലാമതായിട്ടും മീൻസ് ഉണ്ടാവണം. എന്തിനുള്ള മീൻസാണ് ഉണ്ടാവേണ്ടത്, ടു കിൽ. ഈ മൃഗങ്ങളൊക്കെ കൊല്ലുവാനുള്ള മീൻസ് ഉണ്ടാവണം, അതിന് വേണ്ട ഉപകരണങ്ങൾ അവർക്ക് വേണം. ഇങ്ങനെയുള്ള പല നിലക്കുള്ള വഴികളിലൂടെയാണ് മനുഷ്യൻ അന്നത്തെ കാലത്ത് അവൻ്റെ ഫുഡ് കണ്ടെത്തുവാനുള്ള വഴികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്കാവഞ്ചിങ് ഉണ്ട്, ഹണ്ടിങ് ഉണ്ട്, ഗാദറിങ് ഉണ്ട്,
ലാസ്റ്റ് പറഞ്ഞ ഹണ്ടിങ് ഉണ്ട്. ഹണ്ടിങ് തന്നെ എന്തുണ്ട്, വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഹണ്ടിങ്ങും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുത്തൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അടുത്ത, മനുഷ്യൻ എവിടേക്കാണ് താമസിച്ചിട്ടുള്ളത്? അവൻ ഗുഹകളിൽ മാത്രമാണോ താമസിച്ചത്, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്താണ് താമസിച്ചത് എന്നുള്ളതാണ് നമുക്ക് അടുത്ത് ചെക്ക് ചെയ്യാനുള്ളത്. അതായത് ഫ്രം ട്രീസ് ടു കേവ്സ്, ട്രീയിൽ നിന്ന് കേവിലേക്ക്, ആൻഡ് ഓപ്പൺ എയർ സൈറ്റ്സ്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. എവിടേക്കാണ് മനുഷ്യൻ എന്ത് ചെയ്തത്, താമസിച്ചിട്ടുള്ളത് എന്നാണ് നാം ഈ ടോപ്പിക്കിലൂടെ നോക്കുന്നത്. ഒരു സ്ഥലത്ത് മനുഷ്യൻ താമസിച്ചു എന്നുള്ളതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഇപ്പം ഇന്ത്യയിൽ തന്നെ ധാരാളം ഗുഹകളിൽ മനുഷ്യന്മാർ താമസിച്ചിട്ടുണ്ട്. ചില ഗുഹകളിൽ മനുഷ്യൻ്റെ പെയിൻറ്റിങ്ങുകളുണ്ട്. ഭീംബേദ്ക അതിനകത്ത് പ്രധാനപ്പെട്ട സ്ഥലമാണ് ഭീംബേദ്ക. ഇത് ടെക്സ്റ്റിലില്ല. ഭീംബേദ്ക ഇതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ ധാരാളം എല്ലുകൾ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരാളം പെയിൻറ്റിങ്ങുകൾ അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒരു മനുഷ്യൻ മനുഷ്യന്മാർ കുറച്ച് സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ധാരാളം റിമൈനിങ്ങുകളുണ്ടാവും, മനുഷ്യൻ്റെ റിമൈനിങ്ങുകളുണ്ടാവും, അല്ലെങ്കിൽ മനുഷ്യൻ ടൂളുകൾ എന്ത് ചെയ്യും, അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഫ്ലേക്ക് ടൂൾസ്. ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. മറിച്ച് ഫ്ലേക്ക് ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പാറക്കഷ്ണം, ആ പാറക്കഷ്ണത്തിൻ്റെ ചെറിയ അടരുകളൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുള്ള ടൂളിനാണ് ഫ്ലേക്ക് ടൂൾസ് എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു പ്ലേസ്, അങ്ങനെയുള്ള ഒരു പ്ലേസിൻ്റെ പേരാണ് കിലോംബെ. കെനിയയിലുള്ള സ്ഥലമാണ് കിലോംബെ. കിലോംബെ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, കെനിയയിലുള്ള. അപ്പം അതായത് അവിടെ നിന്ന് ധാരാളം ഫ്ലേക്ക് ടൂൾസ്, ആയിരക്കണക്കിന് ഫ്ലേക്ക് ടൂൾസ് കിട്ടേണ്ടായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കണം, അവിടെ മനുഷ്യൻ തമ്പടിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഏകദേശം 4 ലക്ഷം മുതൽ 1,25,000 ഇയേഴ്സ് എഗോ എന്ത് ചെയ്തു മനുഷ്യൻ. അതിനു മുമ്പ് മനുഷ്യനുണ്ടായിരുന്നത് എവിടെയായിരുന്നു, ട്രീസിലായിരുന്നു. മനുഷ്യൻ കൂടുതൽ നേരം വസിച്ചിരുന്ന ട്രീസിലായിരുന്നു. അവിടെ നിന്ന് അവൻ ഇറങ്ങി അടുത്ത ഓരോ ഗുഹാമുഖങ്ങളിലേക്ക് പോയി. ഏകദേശം 4 ലക്ഷം മുതൽ 1,25,000 ഇയേഴ്സ് എഗോ മനുഷ്യൻ എവിടെ താമസിക്കാൻ തുടങ്ങി, കേവുകളിലും ഓപ്പൺ എയർ സൈറ്റ്സുകളും അവൻ താമസിക്കുവാൻ തുടങ്ങി. അതിന് നമുക്ക് തെളിവുണ്ട്. ഒന്നാമതായിട്ട് യൂറോപ്പിലുള്ള ലൊസാഡ് കേവ്, ഫ്രാൻസിൽ തന്നെയുള്ള ലൊസാഡ് കേവ്. ഫ്രാൻസിലുള്ള ലൊസാഡ് കേവ്. രണ്ടാമത്തെ സ്ഥലം ടെറ അമാറ്റ, അതും എന്താണ്, ഫ്രാൻസിൽ തന്നെയാണ്. ഈ രണ്ടാമത്തെ സ്ഥലവും ഫ്രാൻസിൽ തന്നെയാണ്. അപ്പം അവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടി, ഈ സ്ഥലത്തു നിന്നൊക്കെ ധാരാളം മനുഷ്യന്മാർ ധാരാളം കേവുകളിൽ താമസിച്ചതായിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ടെറ അമാറ്റയിൽ തന്നെ മനുഷ്യന്മാർ ധാരാളം ഷെൽട്ടറുകൾ, വുഡും ഗ്രാസൊക്കെ വെച്ചിട്ട് ഷെൽട്ടറുകൾ ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ തെളിവുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഹാർട്സ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുക, HEARTHS. അതായത് നമ്മുടെ ഇവിടെ അടുപ്പുകൾ എന്ന് പറയില്ലേ, ഈ കേവുകളിൽ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ട്, ധാരാളം അടുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അടുപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അടുപ്പുകൾ ഒരു സ്ഥലത്തുണ്ടായിരുന്നു എങ്കിൽ അതിൻ്റെ വേറെ മീനിങ്ങുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ എന്ത് പഠിച്ചു, ഈ ഫയറിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. മനുഷ്യൻ. രണ്ടാമത്തേതായിട്ട് മനുഷ്യന് തണുപ്പ് കാലത്ത് അവൻ ചെറിയ ഇളം ചൂട് നൽകാൻ ഈ അടുപ്പുകൾക്ക് സാധിച്ചു. മൂന്നാമതായിട്ട്
അവനക്ക് ലൈറ്റ് വെളിച്ചം നൽകാൻ ഈ ചെറിയ അടുപ്പുകൾക്ക് സാധിച്ചു. നാലാമതായിട്ട് അവർക്ക് കുക്കിങ്ങിന്. അഞ്ചാമതായിട്ട് ഏതെങ്കിലും ഒരു തടി മുറിച്ചാൽ ആ തടിയെ കുറച്ചും കൂടെ ശക്തി ഉള്ളതാക്കാൻ, ഹാർഡനാക്കുവാൻ ഈ ചെറുതായിട്ടുള്ള ഈ അടുപ്പിലെ ചൂട് കൊണ്ട് സാധിച്ചു. ആറാമതായിട്ട് ലാസ്റ്റത്തെ കാര്യം എന്ത് ചെയ്തു, അന്നത്തെ കാലത്ത് വളരെ വിവിധ ഭീകരന്മാരായിട്ടുള്ള ജീവികളും ജീവജാലങ്ങളോടും മല്ലിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഹ്യൂമന് സർവൈവ് ചെയ്യേണ്ടത്. അപ്പോൾ അവനക്ക് എന്ത് ചെയ്യണം, സ്കെയർ, മറ്റുള്ള അനിമൽസിനെല്ലാം സ്കെയർ ചെയ്ത് ഓടിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ചെറിയ തീ കാണുമ്പോൾ എന്ത് ചെയ്യും, ഡേഞ്ചറസ് അനിമൽസ് വിൽ സ്കെയർ അവേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നാം ഇതിനോട് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഒരു അടുപ്പുണ്ടായപ്പോൾ മാത്രം ഹ്യൂമന് സംഭവിച്ചിട്ടുള്ള, അതുകൊണ്ട് ഹ്യൂമന് കിട്ടിയിട്ടുള്ള മാറ്റങ്ങളും അതിൻ്റെ ഉപകാരങ്ങളും. സോ ഫ്രണ്ട്സ്, we already discussed about where the early humans live, like the caves, open air space and trees and more. So now we have to move on to making tools. എങ്ങനെയാണ് early humans ടൂളുകൾ മേക്ക് ചെയ്തിട്ടുള്ളത്? മേക്കിംഗ് ടൂൾസ്, എങ്ങനെയാണ് ടൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? സോ ടൂളുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വിചാരിക്കും മനുഷ്യന്മാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓൺലി ഹ്യൂമൻ ക്യാൻ മേക്ക് ദ ടൂൾസ്. ബട്ട് ഇൻ ഫാക്ട് ദാറ്റ്സ് നോട്ട് ട്രൂ. സം ബേർഡ്സ് ആൻഡ് ചിമ്പാൻസീസ് they also can make tools. ചിമ്പാൻസികൾക്കും ബേഡുകൾക്കും നമ്മളിപ്പോൾ ഡെയിലി ഡിസ്കവറിയിലും അനിമൽ പ്ലാനറ്റിലൊക്കെ വിവിധ ഇനം പക്ഷികൾ അവർ തന്നെ എങ്ങനെയാണ് ഒരു ട്രാപ്പ് ഉണ്ടാക്കിയിട്ട് അവരുടെ ഇരകളെ കണ്ടെത്തുന്നു എന്നുള്ള പരിപാടികളൊക്കെ നിരന്തരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ടൂൾ ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മാത്രം കഴിവല്ല, മറിച്ച് മറ്റുള്ള ആളുകൾക്കും എന്തുണ്ട്, അതിനുള്ള കഴിവുണ്ട്. പക്ഷേ മനുഷ്യനുണ്ടാക്കുന്ന ടൂൾ, അതിനെന്താണ് പ്രത്യേകത എന്നാണ് നാം ഇപ്പോൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് മനുഷ്യനുണ്ടാക്കുന്ന ടൂൾസ്, അതിന് 2-3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ആണ് സ്കിൽ യൂസ് ഓഫ് ഹാൻഡ്സ്. മനുഷ്യൻ്റെ കൈകൾ എന്ത് ചെയ്തു, അതിവിദഗ്ധമായിട്ട് അവനക്ക് വഴങ്ങുകയും അതുമൂലം അവനക്ക് ഉണ്ടാക്കുന്ന ടൂളുകൾക്ക്, അവൻ്റെ കൈകൾക്ക് ഉണ്ടാകുന്ന സ്കിൽ മൂലമായിട്ട് ആ ടൂളുകൾക്ക് ഒരു പെർഫെക്ഷൻ, ചെറുതായിട്ടുള്ള പെർഫെക്ഷൻസ് വന്നു അവൻ്റെ കൈകളുടെ ഉപയോഗം മൂലം. രണ്ടാമത്തതായിട്ട് ഒരു ടൂൾ ഉണ്ടാക്കുവാൻ അവനക്ക് വേറെ ഒരു കാരണം ഉണ്ടായിരുന്നു, ഗ്രേറ്റർ മെമ്മറി. മനുഷ്യൻ എന്തുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ്റെ ബ്രെയിൻ സൈസ് ഹോമോസാപ്പിയൻസിന് മുമ്പുള്ള ചെറുതായിരുന്നു. പക്ഷേ ഹോമോസാപ്പിയൻസ് വന്നപ്പോൾ ഹ്യൂമൻ്റെ ബ്രെയിൻ സൈസ് വലുതായി. സോ വലുതാവുന്നതിന് അനുസരിച്ച് അവൻ്റെ മെമ്മറി പവറും എന്ത് ചെയ്തു, കൂടി. സോ ഗ്രേറ്റർ മെമ്മറി. ഗ്രേറ്റർ മെമ്മറി ഉണ്ടായപ്പോൾ അവൻ ചെയ്യുന്ന ടൂളുകൾക്ക് കുറച്ചും കൂടെ പെർഫെക്ഷൻ വരികയും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും എങ്ങനെയാണ് ആ ടൂൾ ഉണ്ടാക്കുന്നത്, അതിൻ്റെ സിസ്റ്റമാറ്റിക് വേ എങ്ങനെയാണെന്ന് അവനക്ക് പഠിപ്പിക്കുവാൻ സാധിച്ചു. അത് പഠിക്കുവാനും മറ്റുള്ളവർക്ക് അത് പഠിക്കുവാനും സാധിച്ചു. മൂന്നാമതായിട്ട് ഈ ടൂൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം കോംപ്ലക്സ് ഓർഗനൈസേഷണൽ സ്കിൽസ്. മനുഷ്യന് പ്രത്യേക നിലയ്ക്ക് ഇത് ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു. ഓർഗനൈസേഷൻ ഈസ് എ വെരി കോംപ്ലക്സ് മെത്തേഡ്. സോ ദ ഹ്യൂമൻ can make a tool with complex organizational skills. These are the 3 important factors that the animals or birds that didn't have. So these are the very important 3 things in the making of tools, just like the skill use of hands, and the second one is greater memory, and the third one is complex organizational skills. So in this
now we have to move on. Who are the earliest tool makers? ആരാണ് ആദ്യമായിട്ട് ടൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ആരാണ്? ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഹോമോ എറക്ടസ് ആണോ, ഹോമോ ഹാബിലിസ് ആണോ, അല്ലെങ്കിൽ നിയാണ്ടർത്താലാണോ, നിയാണ്ടർത്താൽ മനുഷ്യനാണോ? ആരാണ് ആദ്യമായിട്ട് ടൂളുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ആരാണ്? അതിനുത്തരം ആരാണ്? ഓസ്ട്രോലോപിത്തക്കസ് ആണ്. ആദ്യമായിട്ട് ടൂൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ ആരാണ്? ഓസ്ട്രോലോപിത്തക്കസ്. ഫുൾ എഴുതില്ല, ഓസ്ട്രോലോപിത്തക്കസ്. അവരുടെ ബ്രെയിൻ സൈസിനെ കുറിച്ച് പറഞ്ഞു. അവരുടെ ബ്രെയിൻ സൈസ് മറ്റുള്ളതിന് മുമ്പിനേക്കാളും വലുതായിരുന്നു എന്നും മറ്റുള്ളതിനേക്കാളും വലുതായിരുന്നു, ഹോമോസാപ്പിയൻസിനേക്കാൾ ചെറുതായിരുന്നു. ബട്ട് അവരാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ആദ്യത്തെ ടൂൾ ഉണ്ടാക്കിയിട്ടുള്ളത് അവരാണ്. സോ ഇതിൻ്റെ നമുക്ക് എവിഡൻസ് കിട്ടിയിട്ടുള്ളത് പ്രധാനമായിട്ടും 2 സ്ഥലങ്ങളിൽ നിന്നാണ് നമുക്കിതിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് കെനിയ, രണ്ടാമത് എത്യോപ്യ. കെനിയാണ് ഫസ്റ്റത്തെ സൈറ്റ്, രണ്ടാമത്തത് എത്യോപ്യയാണ്. സോ ഏകദേശം അപ്പോൾ ഇനി അടുത്ത ഡൗട്ട് ഉണ്ടാവും നമുക്ക്, ആരാണ് ഈ ടൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്? ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ, മെന്നാണോ വിമനാണോ? മെന്നും വിമനും 2 ആളുകളും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് സ്കോളേഴ്സ് അനുമാനിക്കുന്നത്. അപ്പോൾ അവൻ്റെ ടൂൾ ഉണ്ടാക്കുന്ന കഴിവുകൾ കൂടി വരികയും അങ്ങനെ ഏകദേശം എറൗണ്ട് 35,000 years ago, 35,000 years ago മനുഷ്യൻ എന്തുണ്ടാക്കാൻ പഠിച്ചു? സ്പിയർ, കുന്തങ്ങളും ആരോയും ബോയും അമ്പെയ്ത്തും തുടങ്ങിയ സാധനങ്ങൾ, അതിനുള്ള ടൂളുകൾ മനുഷ്യൻ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ അതിൽ നിന്ന് അവനക്ക് വലിയ മൃഗങ്ങളെ എഴുതി വീഴ്ത്തുവാനും സ്പിയർ എറിഞ്ഞ് കൊല്ലുവാനും സാധിച്ചു. ആ മൃഗങ്ങളെ അവൻ എന്ത് ചെയ്തു? അവനക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്താലാണ് ആ മൃഗങ്ങളെ അവനക്ക് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഒന്നാമതായിട്ട് എന്ത് ചെയ്തു? അവൻ അതിൻ്റെ ബോൺസ് റിമൂവ് ചെയ്തു ആദ്യമായിട്ട്. രണ്ടാമതായിട്ട് അവൻ അതിനെ എന്ത് ചെയ്തു? ഉണക്കാൻ വെച്ചു, ഡ്രൈ ചെയ്തു. മൂന്നാമതായിട്ട് അതിനെ സ്മോക്കിംഗ്, അവൻ്റെ വീട്ടിലുള്ള അടുപ്പിൽ അവൻ സ്മോക്ക് ചെയ്തു. നാലാമതായിട്ട് അതിന് സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാൽ അവനക്ക് പിന്നെ ശേഷമുള്ള സമയത്ത് അതിനെ കൺസ്യൂം ചെയ്യാം. പിന്നെ മറ്റുള്ള വേറൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് അവൻ മൃഗങ്ങളെ മാത്രമല്ല, മനുഷ്യൻ വളരെയധികം വിവേകശാലിയാണ്. മനുഷ്യൻ എന്ത് ചെയ്തു? ഫർ ബിയറിങ് അനിമൽ, അതായത് ദേഹത്ത് പപ്പും പൂടയൊക്കെ ഉള്ള മൃഗങ്ങളെ എന്ത് ചെയ്തു? അവൻ ട്രാപ്പ് ചെയ്തു ഈ ടൂൾസ് ഉപയോഗിച്ചിട്ട്. അതായത് അതിന് ഉപയോഗം അവനക്ക് എന്ത് ചെയ്യാം? തണുപ്പ് കാലത്ത് അതിൻ്റെ തോല് അല്ലെങ്കിൽ ഈ ഫർ ഉപയോഗിച്ചിട്ട് അവനക്ക് കൂടുതൽ വാം ആകാൻ അവനക്ക് സാധിച്ചു. പിന്നെ ഇതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് പഠിച്ചു. പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് എന്താണെന്ന് കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. അതായത് ചെറിയ ഒരു ബോണിലോ അല്ലെങ്കിൽ ഐവറിയിലോ അല്ലെങ്കിൽ വുഡിലോ ഒക്കെ എന്ത് ചെയ്യുക? മനുഷ്യന് എൻഗ്രേവ് കൊത്തിവെക്കാൻ കഴിയുക. അതിനുള്ള ടൂൾ മനുഷ്യൻ പഞ്ച് ബ്ലേഡ് ടെക്നിക്ക് മനുഷ്യൻ കണ്ടുപിടിച്ചു. സോ വെൻ വി കൺക്ലൂഡ് അവർ ടുഡേയ്സ് ക്ലാസ്, the outcome is just like we already told about modern human beings, from where these human beings originated and what are the different opinions of scholars regarding the origin of human beings. Just like as we already studied about multiple origin method, and the second one is single origin method, and the second one is from where these human obtain their food, just like scavenging, gathering, foraging, hunting, so many things. And another one is where these humans live, just like caves, trees, and many other places. So from those places we already got so many remainings of bones and many tools. So when we take up the tools, the last point was making tools. How these early humans made their tools, just like the usage of their hands and greater memory and complex organizational skills and so many things. So ഇതൊക്കെയാണ് നാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.